അമ്മ സംഘടന 2020 എന്ന സിനിമ പിടിക്കാൻ തീരുമാനിച്ചപ്പോൾ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുമെന്ന് കരുതിയ ഇന്നസെന്റ് ഉൾപ്പെടെ പലർക്കും തെറ്റുപറ്റിപ്പോയി. പ്രധാന നടന്മാരുടെ ഈഗോ തന്നെയായിരുന്നു കാരണം. ഒരാൾ ഡേറ്റ് തരുമ്പോൾ മറ്റേയാൾക്ക് സമയമുണ്ടാകില്ല. ഒരാൾ മറ്റേയാളെ കുറിച്ച് ചോദിക്കും അയാൾക്ക് എന്താ കുമ്പുണ്ടോ എന്ന്. പടമിറക്കാൻ പണം നൽകിയ ദിലീപ് ആണെങ്കിൽ ഇന്നസെന്റിന്റെ പിറകെ കൂടിയിരിക്കുന്നു ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ. അങ്ങനെയാണ് ഇന്നസെന്റ് ഒരു സൂത്രം ഒപ്പിക്കുന്നത്. ആദ്യം മെടഞ്ഞു നിൽക്കുന്ന സൂപ്പർ താരം എക്സിനെ വിളിച്ചു. ഇന്നസെന്റ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വൈയുമായി സംസാരിച്ചു. അയാൾ പറയുന്നത് അടുത്ത മാസം 17 തൊട്ട് 20 വരെ അയാൾ സിംഗപ്പൂരിലാണ്. അതുകൊണ്ട് ആ ദിവസം ഡേറ്റ് തരാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു താൻ വേണമെങ്കിൽ സിംഗപ്പൂരിലൊക്കെ പോയിക്കോ, പക്ഷേ അത് കഴിഞ്ഞ് വന്നാൽ മലയാള സിനിമയിൽ തനിക്ക് സ്ഥാനമുണ്ടാകില്ല എന്ന്. എക്സ് ഒരു പളുങ്ങിയ ചിരിയോടെ ഇതൊക്കെ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ 17 തൊട്ട് 20 വരെ ഓക്കെയാണ് എന്ന്. ഡേറ്റ് കിട്ടിക്കഴിഞ്ഞു. അടുത്തതായി ഇന്നസെന്റ് സൂപ്പർ സ്റ്റാർ വൈയെ വിളിച്ചു. എന്നിട്ട് ഇതേ നമ്പർ ഇട്ടു. സിംഗപ്പൂർ എന്നുള്ളത് ജർമ്മനിയാക്കിയെന്ന് മാത്രം. ഉടൻ തന്നെ സൂപ്പർ താരം വൈ ഇന്നസെന്റിനോട് തിരിച്ചു ചോദിച്ചു, ചേട്ടൻ എന്തു പറഞ്ഞുവെന്ന്. അയാൾ ഒരു പാവമല്ലേ, ദ്രോഹിക്കണോ? വൈയുടെ ചോദ്യവും ഒരു കള്ളച്ചിരിയും ഒപ്പം ഒരു പ്രസ്താവനയും. എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ആ ഡേറ്റിൽ ഫ്രീ ആണ്. അങ്ങനെ രണ്ടാളുടെയും ഡേറ്റ് കിട്ടി. രണ്ടുപേരും പറഞ്ഞ ദിവസം തന്നെ ഷൂട്ടിന് വന്നു. കൃത്യസമയത്ത് തന്നെ എല്ലാം നടന്നു. അങ്ങനെയാണ് ഇന്നസെന്റ് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നത്.